ഇതുവരെയുള്ള ഭരണം വെച്ച് നോക്കിയാൽ പിണറായി ഭരണം ഒരു പരാജയമാണ്. പിണറായി ഭരണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? മറ്റൊരു ശ്രീലങ്കയായി മാറുമോ എന്നുള്ളതാണ് സംശയം. ഇതിലപ്പുറം പറയണ്ടല്ലോ. ഭരണത്തിൻ്റെ കാര്യം നോക്കാം. ഏടാ ഒന്ന് ആലോചിച്ചൊക്കെ ചെലവാക്കുന്നതിന് കണക്ക് വേണ്ടേ? കഴിഞ്ഞ 7 വർഷത്തെ ഭരണം പിണറായി സർക്കാരിന് ജനങ്ങളിൽ ജനമനസ്സുകളിൽ എന്ത് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്? ഇത്രത്തോളം വിവാദങ്ങൾക്കിടയിലും പിണറായി വിജയൻ ഇരട്ടച്ചങ്കനായി അവരുടെ മനസ്സിൽ തുടരുന്നുണ്ടോ? ജനങ്ങൾക്ക് എന്താണ് പിണറായി ഭരണത്തെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ കേട്ടറിയാം. പെൻഷൻ കിട്ടുന്നുണ്ടോ? 6-7 മാസമായി കിട്ടാറ്. കിട്ടിയാൽ കിട്ടിയെന്നറിയാം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ കാര്യം നോക്കാം. ഏടാ ഒന്ന് ആലോചിച്ചൊക്കെ ചെലവാക്കുന്നതിന് കണക്ക് വേണ്ടേ? എന്ത് കണക്ക് ചോദിച്ചാൽ കണക്കുമില്ല. എന്നാൽ പിന്നെ ഇവർ ധവളപത്രമായിട്ട് ഇറക്കും. അതൊട്ട് ഇല്ല എന്താനും നമ്മളിങ്ങനെയാന്ന് നമ്മൾ ഒന്നും എടുത്തിട്ടൊന്നുമില്ല എന്ന് പറയാം. അവരെ കൊണ്ട് കഴിയുക പറയാൻ ഇല്ല. ഇതന്നെയാണുള്ള കുഴപ്പം. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിണറായി ഭരണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? മറ്റൊരു ശ്രീലങ്കയായി മാറുമോ എന്നുള്ളതാണ് സംശയം. ഇതിലപ്പുറം പറയണ്ടല്ലോ. വീട്ടിലായിട്ട് പെൻഷനൊക്കെ കിട്ടുന്നവരുണ്ടോ? പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അതേസമയം മോദിയുടെ പൈസ ഈ നാട്ടിലെ വയസ്സായവർ പ്രായമുള്ളവർ പറയുന്നതായിട്ട് വെച്ചാൽ മോദിയുടെ പൈസ എല്ലാവർക്കും ഇറങ്ങേണ്ടി വെക്കുന്നുണ്ട്. അതേസമയം നാടിൻ്റെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അധോഗതിയിലാണ്. അങ്ങനെയാണ് പത്രമാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ പിണറായി ഭരണം എങ്ങനെയുണ്ട്? അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഇതുവരെയുള്ള ഭരണം വെച്ച് നോക്കിയാൽ പിണറായി ഭരണം ഒരു പരാജയമാണ്. 57 മുതൽ ഇങ്ങോട്ടുള്ള ഭരണം കൂട്ടി കഴിഞ്ഞാൽ ഇടതുപക്ഷവും പിന്നെ UDF മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളത്തിൽ. പക്ഷേ പിണറായിയുടെ ഭരണം മാത്രമാണ് വീണ്ടും അധികാരത്തിൽ കയറിയത്. പക്ഷേ ഇപ്പോഴും ഈ രണ്ടാമത് കയറിയ സമയത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തന രീതികൾ വളരെ ഒരു നിലവാരം മോശമായ നിലയിലാണ്. കാരണം ഒന്ന് ഈ നവകേരള യാത്ര വെച്ച് നടത്തിയത് എത്രയോ കോടികൾ അതിനു വേണ്ടി ചെലവിട്ടു. എന്താ നേടിയതിനെ പറ്റിയിട്ട് ഒന്നുമില്ല. ദൂർത്തായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതാവും സംശയമൊന്നുമില്ല. കുറച്ച് മോശമില്ലാത്ത ഭരണം തന്നെയാണ്. എന്തായാലും മോശമില്ലാത്ത ഭരണം തന്നെയാണ്. പിന്നെ ആര് ഭരിച്ചാലും ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റും കേരളത്തിന് എന്തായാലും ഇട്ട് പിരിയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ പെൻഷൻ ഇപ്പോൾ ആര് പറയുന്നത് പെൻഷൻ കിട്ടിയില്ല. പെൻഷൻ 3 മാസത്തെ പെൻഷൻ ഓൾറെഡി ഇപ്പം കൊടുക്കുന്നുണ്ട്. 7 മാസമായി സാധാരണ ജനങ്ങൾക്ക് 18 മാസം പെൻഷൻ കൊടുക്കാതെ ഭരണകൂടം. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് എന്തായാലും 7 മാസം ഒരു സാമ്പത്തിക പ്രതിസന്ധി വരാൻ കാരണം ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ ദൂരത്തല്ലേ ചേട്ടാ? ദൂരത്ത് എന്ന് പറഞ്ഞൂടെ? അങ്ങനെ ദൂരത്തെന്നാ ഇപ്പം കേരളത്തില് ഈ 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ വികസനങ്ങൾ ചെറിയ വികസനമൊന്നുമല്ല. പാലങ്ങൾ, തോടുകൾ. ഇപ്പോൾ ഇവിടെ ഈ അടുത്ത് മാലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 26 ശൈല ടീച്ചർ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം 60 മീറ്റർ വീതിയും 11 മീറ്ററുള്ള പാലം 10 മാസം കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 100 മേലെ പാലം ഇപ്പം 2 കൊല്ലം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത റോഡുകൾ. കേരളത്തിലെ റോഡ് അന്നും ഇന്നുമായിട്ട് 7 കൊല്ലം മുമ്പേ ഉള്ളൂ. ഇന്നുമായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് വൻ വിജയം തന്നെയാണ്. പാലങ്ങളല്ല നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് അടിസ്ഥാന സൗകര്യം പോലും അടിസ്ഥാന സൗകര്യം ഉണ്ടല്ലോ. സ്കൂളുകൾ, പൊതുമേഖലയിൽ സ്കൂളുകളായാലും പ്രൈവറ്റ് സ്കൂളുകൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ വൻ വിജയം തന്നെയാണ്. ഇപ്പോഴും ഒട്ടേറെ പട്ടിണിപ്പാവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പൊ റേഷൻ കടയിലും സപ്ലൈകോയിലും ഒക്കെ ചെന്നാലും അരി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതിനെപ്പറ്റി ഇന്ത്യയിൽ ധാന്യങ്ങൾ മൊത്തം വിലക്കയറ്റവും കാര്യവും ഉള്ളതുകൊണ്ട് പഴയ രീതിയിൽ സബ്സിഡി എന്തായാലും കൊടുക്കുന്നില്ല. 100% ശരി തന്നെയാണ്. ന്യായീകരിക്കുന്നില്ല. മാവേലി സ്റ്റോറിലില്ല. ഇപ്പൊ എന്നാൽ വില പിന്നെ ഇപ്പൊ പുതുക്കിയിട്ടില്ല. മാവേലി സ്റ്റോറിൽ 14 സബ്സിഡി സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. താങ്കളുടെ അഭിപ്രായത്തിൽ ഇലക്ഷനില് പിന്നെ കണ്ണൂരേണ്ട എന്തായാലും പിന്നെ MP ജയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ.